ഹരി ഓം. ഇന്ന് ശ്രീമന്നാരായണീയം 82-ാം ദശകമാണ് വിവരിക്കാൻ പോകുന്നത്. അതിലെ പ്രതിപാദ്യ വിഷയം ബാണയുദ്ധവും മൃഗമോക്ഷവും എന്നതാണ്. 1 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ വായിക്കാം. ഒന്നാമത്തെ ശ്ലോകം. പ്രദ്യുമ്നോ രൗക്മിണേയ സഖലു തവ കലാശംബരേണാഹൃതസ്തം ഹത്വാരത്യാസഹാപ്തോ നിജപുരമഹരത് രുക്മികന്യാം ച ധന്യാം തത്പുത്രോഥാനിരുദ്ധോ ഗുണനിധിരവഹത് രോചനാം രുക്മിപൗത്രീം തത്രോദ്വാഹേ ഗതസ്ത്വം ന്യവധിമുസലിനാ രുക്മ്യപിത്യൂതവൈരാത്. അർത്ഥം. തവ കലാ രുക്മിണീയഃ, നിന്ദിരയോടിയുടെ അംശഭൂതനും രുക്മിണീപുത്രനുമായ സഹ പ്രദ്യുമ്നഃ ഖലു ശംബരേണ ആഹൃതഃ, ആ പ്രദ്യുമ്നാകട്ടെ ശംബരനാൽ അപഹരിക്കപ്പെട്ടവനായി. തം ഹത്വാ രത്യാസഹ നിജപുരം ആപ്തഃ, ശംബരനെ നിഗ്രഹിച്ച് രതീദേവിയോടുകൂടി ദ്വാരകയിലേക്ക് മടങ്ങിയെത്തി. ധന്യാം രുക്മികന്യാം അഹരച്ച, രുക്മിണിയുടെ ഭാഗ്യവതിയായ പുത്രിയെ അപഹരിക്കുകയും ചെയ്തു. അഥ തത് പുത്രഃ ഗുണനിധിഃ അനിരുദ്ധഃ രുക്മിപൗത്രീം രോചനാം അവഹത്, പിന്നീട് പ്രദ്യുമ്നപുത്രനും ഗുണവാനുമായ അനിരുദ്ധൻ രുക്മിയുടെ മകന്റെ പുത്രിയായ രോചനയെ വേട്ടു, വിവാഹം കഴിച്ചു. തത്ര ഉദ്വാഹേ ത്വം ഗതഃ മുസലിനാ രുക്മി അപി ദ്യൂതവൈരാത് ന്യവധി, ആ വിവാഹത്തിന് അവിടുന്നും പോയിരുന്നു. അവിടെ വെച്ച് ബലരാമൻ ചൂതുകളിയിൽ വഴക്കിട്ട് രുക്മിയെയും വധിച്ചു കളഞ്ഞു. കാമദേവനെ ദഹിപ്പിച്ചു കഴിഞ്ഞിട്ട് രതി ശിവന്റെ നിർദ്ദേശമനുസരിച്ച് ഭർത്താവിനെ തിരികെ കിട്ടുവാനായി ശംബരാസുരൻ്റെ ഗൃഹത്തിൽ പാർത്തു വന്നിരുന്നു. അവളാണ് ശംബരൻ മത്സ്യാഹാരമാക്കിക്കളഞ്ഞ പ്രദ്യുമ്നനെ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും കണ്ടെത്തിയത്. പ്രദ്യുമ്നൻ കാമദേവന്റെ അവതാരമാണെന്ന് പ്രസിദ്ധമാണ്. രുക്മിയുടെ പുത്രിയുടെ പേരാണ് രുക്മവതി. പ്രദ്യുമ്നന്റെ പത്നി രുക്മിയുടെ പൗത്രിയായ രോചന, അതായത് പുത്രിയുടെ പുത്രിയാണ് രോചന. അനിരുദ്ധന്റെ പത്നിയുമാണ് അവൾ. രണ്ടാമത്തെ ശ്ലോകം. ബാണസ്യ സാ ബലിസുതസ്യ സഹസ്രപാഹോർ മാഹേശ്വരസ്യ മഹിതാ ദുഹിതാ കിലോഷാ ത്വത്പൗത്രമേനമനിരുദ്ധമദൃഷ്ടപൂർവം സ്വപ്നേനുഭൂയ ഭഗവൻ വിരഹാതുരാഭൂത്. അർത്ഥം. ഹേ ഭഗവൻ, ബലിസുതസ്യ മാഹേശ്വരസ്യ സഹസ്രബാഹോഃ ബാണസ്യ, ഭഗവാനെ ബലിപുത്രനും ശിവഭക്തനും 1000 കൈയുള്ളവനുമായ ബാണാസുരന്റെ മഹിതാ ദുഹിതാ സാ ഉഷാ തത്പൗത്രം അദൃഷ്ടപൂർവമേനം അനിരുദ്ധം, മാന്യപുത്രിയായ ആ ഉഷ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്തവനും അവിടുത്തെ പൗത്രനുമായ, അതായത് പുത്രന്റെ പുത്രനുമായ ഈ അനിരുദ്ധനെ സ്വപ്നത്തിൽ അനുഭവിച്ചിട്ട് വിയോഗം കൊണ്ട് സ്വപ്നെ അനുഭൂയ വിരഹാതുരാ അഭൂത് കില, വിയോഗം കൊണ്ട് ദുഃഖിക്കുന്നവളായിത്തീർന്നുവല്ലോ. മൂന്നാമത്തെ ശ്ലോകം. യോഗിന്യതീവ കുശലാ ഖലു ചിത്രലേഖ തസ്യാ സഖീ വിലിഖതി തരുണാനശേഷാൻ തത്രാനിരുദ്ധമുഷയാ വിദിതം നിശായാം ആനേഷ്ടയോഗബലതോ ഭവതോ നികേതാത്. അർത്ഥം. തസ്യാഹ സഖി യോഗിനി അതീവ കുശലാ ഖലു ചിത്രലേഖ, ഉഷയുടെ തോഴിയും യോഗിനിയും എത്രയും സമർത്ഥിയുമായ ചിത്രലേഖ എന്നവൾ അശേഷാൻ തരുണാൻ വിലിഖതി, യോഗ്യരായ യുവാക്കളെ മുഴുവനും ചിത്രം വരച്ചു കാണിച്ചതിൽ തത്ര ഉഷയാവിദിതം അനിരുദ്ധം, ഉഷ തിരിച്ചറിഞ്ഞ അനിരുദ്ധനെ
ഭവതഃ നികേതാത് നിശായാം യോഗബലതഃ ആനേഷ്ട. അങ്ങയുടെ വാസസ്ഥാനമായ ദ്വാരകയിൽ നിന്ന് രാത്രി യോഗബലം കൊണ്ട് കൊണ്ടുപോന്ന് ഉഷയ്ക്ക് നൽകി. അടുത്ത ശ്ലോകത്തിൽ ബാണൻ അനിരുദ്ധനെ തടവിലാക്കുന്നു. ഭഗവാൻ അതറിഞ്ഞു വന്ന് എതിർക്കുന്നു. 4-ാമത്തെ ശ്ലോകം. കന്യാപുരേ ദയിതയാ സുഖമാരമന്ദം ചൈനം കഥഞ്ജന ബബന്ധുഷി സർവബന്ധൗ ശ്രീനാരദോക്തദുദന്തദുരന്തരോഷൈ ത്വം തസ്യ ശോണിതപുരം യതുഭിർന്യരുന്ധ. അർത്ഥം: കന്യാപുരേ ദയിതയാ സുഖം ആരമന്ദം ഏനം ച ശർവബന്ധൗ കഥഞ്ചന ബബന്ധുഷി. കന്യാഗ്രഹത്തിൽ പ്രിയതമയോടുകൂടി സുഖിച്ചുല്ലസിക്കുന്ന അനിരുദ്ധനെ ശിവഭക്തനായ ബാണൻ ഒരുവിധം പിടിച്ചു തടവിലാക്കിയപ്പോൾ ത്വം അവിടുന്ന് ശ്രീനാരദോക്തദുദന്ത ദുരന്തരോഷൈഹി യദുഭിഹി തസ്യ ശോണിതപുരം ന്യരുന്ധ. ശ്രീനാരദൻ വന്നു വിവരം പറഞ്ഞറിഞ്ഞ് കലശലായി കോപിച്ച യാദവ ഭടന്മാരോടുകൂടി ശോണിതപുരം വളഞ്ഞു. 5-ാമത്തെ ശ്ലോകം. പുരീപാലശൈലപ്രിയദുഹിതൃനാഥോസ്യ ഭഗവാൻ സമം ഭൂതവ്രാതൈര്യതുപലമശങ്കം നിരുരുധേ മഹാപ്രാണോ ബാണോ ഝടിതി യുയുധാനേന യുയുധേ ഗുഹഃ പ്രദ്യുമ്നേന ത്വമപി പുരഹന്ത്രാജഗഢിഷേ. അർത്ഥം: അസ്യ പുരീപാലഃ ഭഗവാൻ ശൈലപ്രിയദുഹിതൃനാഥഃ. ബാണന്റെ കോട്ട കാക്കുന്നവനായ ഭഗവാൻ ഗൗരീനാഥൻ പരമശിവൻ ഭൂതവ്രാതൈഹി സമം യദുബലം അശങ്കം നിരുരുധേ. ഭൂതഗണങ്ങളോടുകൂടി യാദവന്മാരുടെ സൈന്യത്തെ കൂസാതെ തടഞ്ഞു. മഹാപ്രാണഃ ബാണഃ ഝടിതി യുയുധാനേന. അനന്തബലശാലിയായ ബാണൻ വേഗത്തിൽ സാത്വികിയോട് യുദ്ധം ചെയ്തു. ഗുഹഃ പ്രദ്യുമ്നേന. സുബ്രഹ്മണ്യൻ പ്രദ്യുമ്നനോട് യുധേ യുദ്ധത്തിനേറ്റു. ത്വം പുരഹന്ത്രാപി ജഗടിഷേ. നിന്തിരുവടി പരമേശ്വരനോടും എതിർത്തു. ശൈവ വൈഷ്ണവ ശക്തികളുടെ സമഗ്രമായൊരു യുദ്ധം അല്ലെങ്കിൽ ഇടിച്ചിലാണ് ഇവിടെ ഉണ്ടായത്. പുരാണത്തിലും ചരിത്രത്തിലും ഇത്തരം ഒരു രംഗം വേറെയില്ല. കൂടിച്ചേർന്നു എന്ന അർത്ഥമുള്ള ജഗടിഷേ എന്ന പദം കൊണ്ട് യുദ്ധം ചെയ്യുകയല്ല, ശൈവ വൈഷ്ണവ തേജസ്സുകൾ ഒത്തുചേർന്നു എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. 6-ാമത്തെ ശ്ലോകം. നിരുദ്ധാശേഷാസ്ത്രേ മുമുഹുഷി തവാസ്ത്രേണ ഗിരിശേ ധൃതാ ഭൂതാ ഭീതാ പ്രമഥ കുലവീരാ പ്രമഥിതാ പരാസ്കന്ദത്സ്കന്ദ കുസുമശരബാണൈശ്ച സചിവ സകുംഭാണ്ഡോ ഭാണ്ഡം നവമിവ ബലേനാശു ബിഭിദേ. അർത്ഥം: ഗിരിശേ നിരുദ്ധാശേഷാസ്ത്രേ തവ അസ്ത്രേണ മുമുഹുഷി ഭൂതാ ഭീതാ ധൃതാ. ശിവൻ അസ്ത്രങ്ങളെയെല്ലാം നിന്തിരുവടി തടഞ്ഞ ശേഷം അങ്ങയുടെ മോഹനാസ്ത്രമേറ്റ് മോഹിതനായപ്പോൾ ഭൂതങ്ങൾ ഭയന്നോടിപ്പോയി. പ്രമഥകുലവീരാഃ പ്രമഥിതാഃ സ്കന്ദഃ കുസുമശരബാണൈഃ പരാസ്കന്ദത്. പ്രമഥ ഗുണപുങ്കവന്മാർ മഥിക്കപ്പെട്ട് സ്കന്ദൻ പ്രദ്യുമ്നന്റെ ബാണങ്ങളെക്കൊണ്ട് പരാജിതനായി. സചിവഃ സഹ കുംഭാണ്ഡഃ ച. മന്ത്രിയായ കുംഭാണ്ഡനും നവം ഭാണ്ഡം ഇവ ബലേന ആശുഭിപിതേ. പുതുക്കലം പോലെ ബലരാമനാൽ ക്ഷണം തകർക്കപ്പെട്ടു. 7-ാമത്തെ ശ്ലോകത്തിൽ ബാണൻ യുദ്ധം ചെയ്ത് പരാജിതനാകുന്നതാണ് വിവരിക്കുന്നത്. ചാപാനാം പഞ്ചശത്യാ പ്രസഭമുപഗതേ ഛിന്ന ചാപേഥ ബാണേ വ്യർത്ഥേയാതേ സമേതോ ജ്വരപതിരശനൈരജ്വരിത്വജ്വരേണ ജ്ഞാനീ സ്തുത്വാ ദത്വാ തവ ചരിതജുഷാം
വിജ്വരം സജ്വരോഗാത് പ്രായോന്തർജ്ഞാനവന്തോപി ച ബഹുതമസാ രൗദ്രചേഷ്ടാ ഹി രൗദ്രാ. അർത്ഥം: അഥ ബാണേ ചാപാനാം പഞ്ചശത്യാ പ്രസഭം ഉപഗതേ ഛിന്നചാപേ വ്യർത്ഥേ യാതേ. പിന്നീട് ബാണൻ 500 വില്ലുമായി ഊക്കിട്ടെതിർത്ത് വന്നിട്ട് വില്ലെല്ലാം മുറിഞ്ഞ് ചുമ്മാ മടങ്ങിയപ്പോൾ സമേതഃ ജ്വരപതിഃ ത്വജ്വരേണ അശനൈഃ അജ്വരി. വന്നുചേർന്ന ശിവജ്വരം വിഷ്ണുജ്വരത്താൽ പെട്ടെന്ന് തപിപ്പിക്കപ്പെട്ടു. അഥ ജ്ഞാനീ സഹ ജ്വരഃ സ്തുത്വാ തവ ചരിതജുഷാം വിജ്വരം ദത്വാ അഗാത്. പിന്നീട് ജ്ഞാനിയായിത്തീർന്ന ആ ശിവജ്വരം നിന്തിരുവടിയെ പ്രകീർത്തിച്ച് ഭഗവത് കഥ പരിചയിക്കുന്നവർക്ക് ജ്വരം ബാധിക്കില്ലെന്ന് അനുഗ്രഹിച്ചിട്ട് പോയി. അന്തർജ്ഞാനവന്തഃ അപി ച രൗദ്രാഃ ബഹുതമസാ പ്രായഃ രൗദ്രചേഷ്ടാഃ ഹി. അകത്ത് അറിവുണ്ടെങ്കിലും രുദ്രപാർഷദന്മാർ തമോ ഗുണം അധികമാകയാൽ മിക്കവാറും ക്രൂരകർമാക്കളാണത്രേ. തമോ ഗുണത്തിന് കോപം മുന്നിട്ട് നിൽക്കുന്നതിനാൽ ക്രൂരവൃത്തിയായിത്തീരുന്നു. അഹങ്കാരം ശമിച്ച് സത്വഗുണം തെളിയുമ്പോൾ ജ്ഞാനം പ്രകാശിക്കുകയും ചെയ്യുന്നു എന്ന് സാരം. വീണ്ടും യുദ്ധത്തിന് വന്ന ബാണനെ തോൽപ്പിച്ച് 4 കൈകൾ മാത്രം കൊടുത്തുവിടുന്നു. 8ാമത്തെ ശ്ലോകം. ബാണം നാനായുധോഗ്രം പുനരഭിപതിതം ദർപ്പദോഷാതിതന്വൻ നിർലൂനാശേഷദോഷം സപതി ബുബുധുഷാ ശങ്കരേണോപഗീതഃ. തദ്വാചാശിഷ്ടബാഹുദ്വിതയമുഭയതോ നിർഭയം തത്പ്രിയം തം മുക്ത്വാ തദ്ദത്തമാനോ നിജപുരമഗമഃ സാനിരുദ്ധഃ സഹോഷഃ. അർത്ഥം: ദർപ്പദോഷാത് പുനരഭിപതിതം നാനായുധോഗ്രം ബാണം. അഹങ്കാരം മൂലം വീണ്ടും എതിർത്തു വന്നവനും പലതരം ആയുധങ്ങളെ കൊണ്ട് ഭയങ്കരനുമായ ബാണനെ നിർലൂനാശേഷദോഷം വിതന്വൻ സപതി ബുബുധുഷാ ശങ്കരേണ ഉപഗീതഃ. എല്ലാ കൈകളും എല്ലാ ദോഷങ്ങളും മുറിച്ചുവിടുമ്പോൾ പെട്ടെന്ന് ബോധം വന്ന് ശങ്കരനാൽ സ്തുതിക്കപ്പെട്ടവനായി. തദ്വാച ഉഭയതഃ ശിഷ്ടബാഹുദ്വിതയം തത്പ്രിയം തം നിർഭയം മുക്ത്വാ. ശിവന്റെ അപേക്ഷയനുസരിച്ച് 2 ഭാഗത്തും ഈ 2 കൈകൾ ശേഷിക്കുന്ന 4 കൈകളോടുകൂടിയ ശിവസേവകനായ അവനെ ഭയം തീർത്തുവിട്ടിട്ട് ത്വം തദ്ദത്തമാനഃ സാനിരുദ്ധഃ സഹോഷഃ നിജപുരീം അഗമഃ. നിന്തിരുവടി ബാണനാൽ ബഹുമാനിതനായി അനിരുദ്ധൻ ഉഷ ഇവരോട് കൂടിച്ചേർന്ന് ദ്വാരകയിലേക്ക് വിജയിയായി തിരിച്ചെത്തി. ഇനി 9ാമത്തെ ശ്ലോകത്തിലൂടെ ശ്രീകൃഷ്ണാവതാരം മറ്റവതാരങ്ങളെക്കാൾ ശ്രേഷ്ഠമെന്ന് സമർത്ഥിക്കുന്നു. മുഹുസ്താവച്ഛക്രം വരുണമജയോ നന്ദഹരണേ യമം ബാലാനീതൗ ദവദഹനപാനേ നിലസഖം വിധിം വത്സസ്ഥേയേ ഗിരിചമിഹ ബാണസ്യ സമരേ വിഭോ വിശ്വോത്കർഷീ തദയമവതാരോ ജയതി തേ. അർത്ഥം: ശക്രം താവത് മുഹുഹു അജയഃ. ദേവേന്ദ്രനെ അവിടുന്ന് പിന്നെയും പിന്നെയും ഗോവർദ്ധനോദ്ധാരണത്തിലും പാരിജാതാപഹരണത്തിലും ജയിച്ചു. നന്ദഹരനെ വരുണം. നന്ദനെ അപഹരിച്ചപ്പോൾ വരുണനെയും, ബാലാനീതൗ യമം ഗുരുപുത്രനെ കൊണ്ടുവന്നപ്പോൾ കാലനെയും, ദവദഹനപാനേ അനിലസഖം വത്സസ്ഥേയേ വിധിം ഇഹ ബാണസ്യ സമരേ ഗിരിശം അജയഃ. കാട്ടുതീ വിഴുങ്ങിയപ്പോൾ അഗ്നിയെയും പൈക്കിടാങ്ങളെ അപഹരിച്ചതിൽ ബ്രഹ്മാവിനെയും ഈ ബാണയുദ്ധത്തിൽ ശിവനെയും നിന്തിരുവടി ജയിച്ചു. ഹേ വിഭോ തത് തേ അയം അവതാരഃ വിശ്വോത്കർഷീ ജയതി. അല്ലയോ സർവശക്തനായ ഗുരുവായൂരപ്പ, അതുകൊണ്ട് അവിടുത്തെ ഈ കൃഷ്ണാവതാരം എല്ലാ അവതാരങ്ങളെക്കാളും ശ്രേഷ്ഠമായി വിജയിച്ചിരുളുന്നു.
ഇന്ദ്രൻ, വരുണൻ, അഗ്നി, ബ്രഹ്മാവ്, ശിവൻ ഇവർ ഉത്കൃഷ്ടയജ്ഞഭാഗുക്കളായ ദേവതമാരാകുന്നു. ഇവരെ എല്ലാം ജയിച്ചതിനാൽ ദിവ്യത്വത്തിൽ കൃഷ്ണാവതാരം മഹത്തമമെന്ന് അഭിപ്രായം. ഇനി 10ാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിയുടെ ആദരാഞ്ജലിയാണ് ഗുരുവായൂരപ്പന് നൽകിയിരിക്കുന്നത്. ഇവിടെ ഭാഗവതം മൂകമാകുന്നു, നൃഗമോക്ഷം വർണ്ണിക്കുന്നു. ദ്വിജരുഷാകൃകലാസവപുർധരം നൃഗനൃപം ത്രിതി ബാലയമാപയൻ നിജജനേ ദ്വിജഭക്തിമനുത്തമാം ഉപദിശൻ പവനേശ്വര പാഹി മാം. അർത്ഥം: ദ്വിജരുഷാകൃകലാസവപുർധരം നൃഗനൃപം. ബ്രാഹ്മണകോപം മൂലം ഓന്തിൻ്റെ ആകൃതിയായി തീർന്ന നൃഗമഹാരാജാവിനെ ത്രിദിവാലയം ആപയൻ നിജജനെ അനുത്തമാം ദ്വിജഭക്തിം ഉപദിശൻ ത്വം പവനേശ്വര മാം പാഹി. സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ച തൻ്റെ ആൾക്കാർക്ക് ബ്രാഹ്മണഭക്തിയുടെ മഹനീയത വ്യക്തമായി ഉപദേശിച്ച ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങ് അടിയനെ രക്ഷിക്കണേ. അതായത്, പണ്ട് നൃഗൻ എന്ന ദാനശീലനായ രാജാവ് ബ്രാഹ്മണന്റെ പശുവിനെ കൂട്ടത്തിൽപ്പെട്ട് തിരിച്ചറിയാതെ മറ്റൊരു ബ്രാഹ്മണന് ദാനം ചെയ്തു പോയി. ആ പാപത്തിന്റെ ഫലമായി രാജാവ് ഒരു ഓന്തായി പരിണമിച്ചു. ഭഗവാന്റെ സ്പർശത്താൽ അദ്ദേഹത്തിന് ശാപമോക്ഷം കിട്ടി എന്ന പുരാണകഥ ബ്രാഹ്മണന്റെ മഹത്വം പ്രഖ്യാപിക്കുന്നു. പശുക്കളും ബ്രാഹ്മണരും സർവഥാ പൂജ്യന്മാരാണെന്ന് ശ്രീകൃഷ്ണാവതാരത്തിൽ തികച്ചും വ്യക്തമാണ്. അസ്മാത് പരം ഉത്തമം ന വിദ്യതേതി അനുത്തമം ശ്രേഷ്ഠം. ഭാഗവതം ദശമം 61-ാം അധ്യായം 20-ാമത്തെ ശ്ലോകം മുതൽ 64-ാം അധ്യായം കഴിയുന്നതുവരെയുള്ള ഭാഗവതത്തിൻ്റെ സംഗ്രഹമാണ് ഈ ദശകം.